പിന്നെ ചില കണ്ടീഷൻസിന് ഇത് പ്രത്യേകം യൂസ്ഫുൾ ആണ്. ലൈക്ക് സ്കിൻ റീജുവിനേഷൻ, ചെറിയ പാടുകൾ, മെലാസ്മ, ആക്നയുടെ സ്കാർസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേറെ എന്ത് രീതിയിലും സ്കാർസ് ഉണ്ട്, പിന്നെ ഏജിങ്, ആൻറ്റി ഏജിങ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ്. കെമിക്കൽ പീലിനെ കുറിച്ച് ഒന്ന് പറയാമോ? ട്രീറ്റ്മെൻറ്റ് കെമിക്കൽ പീൽ എന്ന് പറഞ്ഞാൽ ചെറിയ രാസവസ്തുക്കൾ ഉപയോഗിച്ചിട്ട് ഒരു ജെൻറ്റിൽ അല്ലെങ്കിൽ ഒരു കൺട്രോൾഡ് എക്സ്ഫോളിയേഷൻ സ്കിന്നിൽ ഉണ്ടാക്കുന്ന പ്രോസസ്സിനാണ് പറയുന്നത് കെമിക്കൽ പീൽ. ഇത് പല ടൈപ്സ് ഉണ്ട്. സൂപ്പർഫിഷ്യൽ പീൽസ് ഉണ്ട്, മീഡിയം ഡെപ്ത് പീൽസ് ഉണ്ട്, അല്ലെങ്കിൽ ഡീപ്പ് പീൽസ് ഉണ്ട്. അതിൻ്റെ ഡെപ്ത് അനുസരിച്ചാണ് അതിൻ്റെ എക്സ്ഫോളിയേഷന് ഉണ്ടാകുന്നത്. മാം, അപ്പോൾ ഏതൊക്കെ സ്കിൻ ടൈപ്സിനാണ് കെമിക്കൽ പീൽ സജസ്റ്റ് ചെയ്യുന്നത്? എല്ലാ സ്കിൻ ടൈപ്സിനും കെമിക്കൽ പീൽ ചെയ്യാം. അതിന് ആവശ്യമുള്ള ഓരോ ടൈപ്പ് സ്കിൻ പീൽസ് ഉണ്ട്. പിന്നെ ചില കണ്ടീഷൻസിന് ഇത് പ്രത്യേകം യൂസ്ഫുൾ ആണ്. ലൈക്ക് സ്കിൻ റീജുവിനേഷൻ, ചെറിയ പാടുകൾ, മെലാസ്മ, ആക്നയുടെ സ്കാർസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേറെ എന്ത് രീതിയിലും സ്കാർസ് ഉണ്ട്, പിന്നെ ഏജിങ്, ആൻറ്റി ഏജിങ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ്. കെമിക്കൽ പീൽ ട്രീറ്റ്മെൻറ്റ് എടുത്തതിന് ശേഷം എന്താണ് ആഫ്റ്റർ കെയർ പ്രൊസീജിയേഴ്സ് വരുന്നത്? ആഫ്റ്റർ കെയർ ആണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. എന്ന് പറഞ്ഞാൽ കെമിക്കൽ പീൽ ചെയ്താലും ഇതിൻ്റെ നന്നായിട്ട് റിസൾട്ട് വരുന്നുണ്ടെങ്കിൽ പേഷ്യൻറ്റിൻ്റെ സൈഡിൽ നിന്ന് അല്ലെങ്കിൽ ക്ലയൻറ്റിൻ്റെ സൈഡിൽ നിന്ന് നന്നായിട്ട് ആഫ്റ്റർ കെയർ എടുത്താലേ അതിൻ്റെ നല്ല ഇഫക്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ മെയിൻ ആഫ്റ്റർ കെയർ എന്ന് പറഞ്ഞാൽ സ്ട്രിക്റ്റ് സൺ പ്രൊട്ടക്ഷൻ. സൺസ്ക്രീൻ തേച്ചിരിക്കണം, എല്ലാ 2-3 മണിക്കൂർ കൂടുമ്പോൾ തേച്ചിരിക്കണം. എന്നിട്ട് അടുത്ത ദിവസം വല്ല ട്രാവലോ വെയിലത്ത് പോകേണ്ട ആവശ്യമുണ്ടെങ്കിൽ ഇന്ന് വന്ന് കെമിക്കൽ പീൽ ചെയ്യല്. നമ്മൾ അത്രയ്ക്കും കെയർ എടുക്കാൻ പറ്റുന്ന ഒരു സമയമാണെങ്കിൽ മാത്രമേ കെമിക്കൽ പീൽ ചെയ്യാവൂ. എന്നിട്ട് നന്നായിട്ട് വെള്ളം കുടിക്കുക, മോയ്സ്ചറൈസേഴ്സ് ഒക്കെ നന്നായിട്ട് തേച്ചിരിക്കണം. കെമിക്കൽ പീൽ ചെയ്യുമ്പം ഡെർമറ്റോളജിസ്റ്റ് ഒരു ഗൈഡ് ലൈൻസ് തരും, അത് അതുപോലെ തന്നെ ഫോളോ ചെയ്യണം. ആഫ്റ്റർ കെയർ എങ്ങനെ എടുക്കുന്നോ അതനുസരിച്ചേ ഇരിക്കത്തുള്ളൂ ഇതിൻ്റെ റിസൾട്ട്. അപ്പോൾ മാം, ഈ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ചെയ്ത് കഴിഞ്ഞിട്ട് 1 or 2 ഡേയ്സിൽ ചെറിയ ചുമപ്പും ചെറിയ തടുപ്പും ചെറിയ ചൊറിച്ചിലും വലിച്ചിലും ഒക്കെ കാണും. പിന്നെ ഒരു 3 to 4 ഡേയ്സ് കഴിയുമ്പോഴാണ് ഈ എക്സ്ഫോളിയേഷൻ തുടങ്ങുന്നത്, എന്ന് പറഞ്ഞാൽ ഈ പൊളിഞ്ഞു പോകുന്നത് തുടങ്ങുന്നത്. അതൊരു കൺട്രോൾഡ് ആയിരിക്കും. ഇത് നമ്മൾ ഏത് ഡെപ്ത് പീലാണ് ഉപയോഗിക്കുന്നത് അതനുസരിച്ച് കുറച്ച് പോകും. ചിലർക്ക് പോകത്തില്ല, ചിലർക്ക് നന്നായിട്ട് പോകും. അതൊക്കെ നേരത്തെ പറഞ്ഞിട്ടായിരിക്കും ചെയ്യുന്നത്. പക്ഷെ ദാറ്റ് ഈസ് ടു ബി എക്സ്പെക്റ്റഡ്.